എടാ നീ ഒരാണല്ലേ, ഇങ്ങനെ കരയാമോ? കുട്ടിക്കാലത്ത് എവിടെയെങ്കിലും വീണാലോ സഹോദരങ്ങളുമായി വഴക്ക് കൂടിയ ശേഷം കരഞ്ഞാലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറേ കേട്ടിട്ടുണ്ടല്ലേ. ഒരു ഇമോഷണൽ സിനിമ കണ്ട് കരഞ്ഞാലും പലരും കളിയാക്കിയിട്ടുണ്ട്. ആണുങ്ങളായാൽ ഇങ്ങനെ പെരുമാറാവും, സ്ട്രോങ് ആവണം എന്ന ധാരണ ചെറുപ്പത്തിൽ നമ്മുടെ തലയിൽ കയറിയതാണ്. പിന്നെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ കരയണമെന്ന് തോന്നും. പക്ഷെ കരയാത്ത പുരുഷൻ എന്ന ടൈറ്റിൽ തലയ്ക്ക് മുകളിലുള്ളത് കൊണ്ട് എല്ലാം ഉള്ളിലൊതുക്കും. ഒടുവിൽ നെഞ്ചുപൊട്ടി മരിക്കാനും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ ജീവനൊടുക്കാനും വിധിക്കപ്പെട്ട ജന്മങ്ങൾ. കോഴിക്കോട് ഗോവിന്ദപുരത്ത് ദീപക്കിനും ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ആണായിപ്പോയില്ല. കരഞ്ഞാൽ നാണക്കേടാകില്ലേ? ഒന്ന് വാ വിട്ട് കരഞ്ഞിരുന്നെങ്കിലോ, ആരോടെങ്കിലും വിഷമം പങ്കുവെച്ചിരുന്നെങ്കിലോ ആ അച്ഛനും അമ്മയ്ക്കും പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെടില്ലായിരുന്നു. ഓർക്കുക, നാളെ നമുക്കും ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാം. ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത്, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയണം. സങ്കടം വന്നാൽ പൊട്ടിക്കരയണം. എല്ലാം ഉള്ളിലൊതുക്കിയാൽ ഇതുപോലുള്ള ദുരന്തമാകും കാത്തിരിക്കുക.